ഗുഡ് മോർണിംഗ്. ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻ്റഗ്രേഷൻ ചാപ്റ്ററിലെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആണ്. ആദ്യം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്താണെന്ന് നോക്കാം. സപ്പോസ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ദാറ്റ് എഫ് ഡാഷ് ഈസ് ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതായത് ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ ഫംഗ്ഷൻ എഫ് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണെന്നും എഫ് ഡാഷ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഇൻ്റഗ്രബിൾ ആണെന്നും കരുതുക. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇൻ അതർ വേർഡ്സ്, എഫ് ഈസ് integrable on closed interval ab and has an antiderivative f. Then integral a to b f of x dx equal to f of b minus f of a. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഇൻ്റഗ്രബിൾ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് എഫ് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇനി ഇതിൻ്റെ പ്രൂഫ്. Suppose that the function f is differentiable everywhere on closed interval ab and that f equal to f dash is integrable on closed interval ab. Closed interval ab യിൽ എല്ലായിടത്തും f ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നും f equal to f dash closed interval ab യിൽ ഇൻ്റഗ്രബിൾ ആണെന്നും കരുതുക. Let g be any function below f on closed interval ab. Since g is a step function lying below f, there exists a partition of closed interval ab such that g of x equal to ki less than or equal to f of x for all x belong to x I minus 1 xi. Then a lower sum L for f is L equal to integral a to b g of x dx equal to sigma I equal to 1 to n ki delta xi. g എന്നത് f ഫംഗ്ഷനിലെ താഴെയുള്ള ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഒരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഐ ലെസ് ദൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ് ടു എക്സ് ഐ മൈനസ് 1 എക്സ് ഐ. അപ്പോൾ ഇതിൻ്റെ ലോവർ സം എൽ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സിഗ്മ I equal to 1 to n ki delta xi. For each I equal to 1 to etc n, since f is a differentiable on x I minus 1 xi and ki less than or equal to f of x equal to f dash x for all x belong to xi minus 1 xi. By the first consequence of mean value theorem, we get ki less than or equal to f of xi minus f of xi minus 1 all divided by xi minus xi minus 1. I equal to 1 to etc n. ഈ xi മൈനസ് 1 എക്സൈലും xi ലെസ് ദൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്നിവിടങ്ങളിൽ ക്യാപിറ്റൽ എഫ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഈ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് കോൺസിക്വൻസ് അനുസരിച്ച് കെ ഐ ലെസ് ദൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് ഓൾ ഡിവൈഡ് ബൈ എക്സ് ഐ മൈനസ് 1. ഈ ഐ എന്ന് പറയുന്നത് 1 to എക്സെട്ര ടു n വരെ. അങ്ങനെ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് എൽ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ I equal to 1 to n bracket f of xi minus f of xi minus 1. Right hand side of the above inequality is a telescoping sum which collapses to f of xn minus f of x0 equal to f of b minus f of a. ഈ ഇന്നിക്വാലിറ്റീൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു ടെലിസ്കോപ്പിംഗ് സമ്മാണ്, അതുകൊണ്ട് അത് കൊലാപ്സ് ചെയ്യും. അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് ബി
മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അതുകൊണ്ട് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. Now let h be any step function above f on closed interval ab. Since h is a step function lying above f, there exists a partition of closed interval ab such that h of x equal to mi greater than or equal to f of x for all x belong to yi minus 1 yi. The upper sum u for the f is given by u equal to integral a to b h of x dx equal to sigma I equal to 1 to n mi delta yi. ഇതിൽ എച്ച് എഫിൻ്റെ മുകളിലുള്ള ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഒരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എം ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ് ടു വൈ ഐ മൈനസ് 1 വൈ ഐ. അതുകൊണ്ട് അപ്പർ ലിമിറ്റ് യു എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എച്ച് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ എം ഐ ഡെൽറ്റ ഐ. ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 etc. n. Since f is differentiable on y I minus 1 yi and f of x equal to f dash of x less than or equal to mi for all x belongs to y I minus 1 yi. By the first consequence of mean value theorem, f of yi minus f of yi minus 1 all divided by yi minus yi minus 1 less than or equal to mi. ഐ എന്ന് പറയുന്നത് 1 2 മുതൽ n വരെ. അപ്പോൾ ഈ ഫംഗ്ഷന് ഡിഫറൻഷ്യബിൾ ആണ് എവിടേക്കൊക്കെ വൈ ഐ മൈനസ് 1 മുതൽ വൈ ഐ മൈനസ് 1 വൈ ഐ പിന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഐ. മീൻ വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് കോൺസിക്വൻസ് അനുസരിച്ച് ഇങ്ങനെ കിട്ടും. സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ എഫ് ഓഫ് വൈ ഐ മൈനസ് എഫ് ഓഫ് വൈ ഐ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sigma I equal to 1 and mi delta I equal to u. Left side of the above inequality is a telescoping function which collapses to y n minus y0 equal to f of b minus f of a. ഈ ഇൻഇക്വാലിറ്റീൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ടെലിസ്കോപ്പിംഗ് സമ്മാണ്. അത് കൊലാപ്സസ് ചെയ്യും. അതുകൊണ്ട് എഫ് വൈ എൻ മൈനസ് y0 ഈക്വൽ ടു f of b minus f of a. f of b minus f of a less than or equal to u. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും നമുക്ക് കിട്ടുന്നത് l less than or equal to f of b minus f of a less than or equal to u. Since L and U are the lower and upper sums for f on closed interval AB, the above inequality is true for all lower and upper sums for f on closed interval AB. Hence, by the definition of integral of f over closed interval AB, we get integral a to b f of x dx equal to f of b minus f of a. That is integral a to b f dash of x dx equal to f of b minus f of a. Okay. ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുള്ള ഫംഗ്ഷൻ്റെ അപ്പർ ആൻഡ് ലോവർ സംസ് ആണ് എല്ലും യുവും. ഈ ഇൻഇക്വാലിറ്റി അപ്പർ ആൻഡ് ലോവർ സംസിൽ ട്രൂ ആയിരിക്കും കൊണ്ട് ഈ ഇൻ്റഗ്രേഷൻ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇത് തന്നെയാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആൻഡ് പ്രൂവ്ഡ്.